പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മിക്കായുടെ പുസ്തകം 7:19 എന്തിനാണ് ഇങ്ങനെ തൂത്തെറിയുന്നത് എന്നുള്ളതാണ് വചനം. മിക്ക ചാപ്റ്റർ 7:19 അത് മനോഹരമായ വചനമാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മളോട് കരുണ കാണിക്കും. അവിടെ നമ്മുടെ പാപങ്ങളെ ചവിട്ടി മതിക്കും. എന്നിട്ട് പറയാണ്, നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. നമ്മൾ ഒരിക്കൽ നന്നായിട്ട് അനുദപിച്ച് സഭ പറയുന്ന രീതി, ഈശോ പറഞ്ഞ രീതിയിൽ കുമ്പസാരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരിക്കൽ നമ്മുടെ പാപങ്ങൾ ഒന്ന് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവ പാപങ്ങളിൽ വീണ്ടും കർത്താവോട് കാരുണ്യം കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പറഞ്ഞാൽ എന്നാൽ പാപങ്ങൾ ചവിട്ടി മരിക്കും. പിന്നെ അതില്ല, കഴിഞ്ഞൊക്കെ പറഞ്ഞ് മറ്റേതൊക്കെ പറഞ്ഞ പോലെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയാന്ന് പറഞ്ഞാൽ എന്താ? തൂത്തെടുക്കുക, വെറുക്കുമല്ലോ. തൂത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല അല്ലേ? അതിന് ആഴിയുടെ അഗാധങ്ങളിലേക്ക് അറിയാൻ കാരണം എന്താ? പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടിയാൽ കടലിന്റെ അടുത്തേക്ക് പോയാൽ പിന്നെ നമ്മൾ എങ്ങനെ എടുക്കാൻ പറ്റും അല്ലേ എന്ന് പറയുന്നത്, കടലിൽ പോയി തീർന്നു എന്ന് പറയുന്നത് പോലെ. അപ്പൊ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ക്ഷമ. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ഒരിക്കലും കുറ്റബോധത്തിലേക്ക് പോകരുന്നേ. അത് നമുക്കൊരു ഉറപ്പ് തരും. രണ്ടാമത്തെ ഒരു തലമുണ്ട്. രണ്ടാമത്തെ ഒരു തലമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മളോട് മറ്റുള്ളവർ ചെയ്ത പാപങ്ങളൊക്കെ കുറിച്ച് നമ്മൾ എടുക്കേണ്ട രീതി അതാണ്. അവർ ക്ഷമ ചോദിച്ചൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ തൂത്തറിയാത്ത കാരണം ഒരു പൊടി ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തേർത്തി വരും. എന്നിട്ട് എപ്പോഴും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇതെടുത്ത് കുത്തുകയും ചെയ്യും. ശരിയല്ലേ? എന്നാൽ പിന്നെ അങ്ങ് നിർത്തിക്കും. കർത്താവ് അനുഗ്രഹിക്കുക.